നമസ്തേ ബച്ചോ. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വീഡിയോയിൽ ടീച്ചർ പറയാൻ ഉദ്ദേശിക്കുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ അവസാന പാഠമായ ഖൂബ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ്, ആ പാഠത്തിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യനെ കുറിച്ചാണ് പറയുന്നത്. ചോദിക്കാൻ ഏറ്റവും കൂടുതൽ 100% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. സന്തോഷ് യാദവ്ക്ക് ചരിത്രഗത വിശേഷതാവും പർ ടിപ്പണി. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഡയറിയും പത്രവും സഹി പ്രസ്താവ് തന്നിട്ട് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ട് സഹി പ്രസ്താവ് ചുൻകർ ലഗ്യം അതുപോലത്തെ ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത് ഈ പാഠത്തിൽ നിന്നും. അപ്പോൾ ഇനി വരുന്ന എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഏത്? സന്തോഷ് യാദവ്ക്ക് ചരിത്രഗത വിശേഷതാവും പർ ടിപ്പണി, അതായത് സന്തോഷ് യാദവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. നമുക്കൊന്ന് നോക്കാം. संतोष यादव की चरित्रगत विशेषताओं पर टिप्पणी. संतोष यादव माउंट एवरेस्ट की चोटी पर 2 बार चढ़ने वाले भारत की पहली महिला പർവ്വതാരോഹി ഹെ. അപ്പം എന്താണ് സന്തോഷ് യാദവ് ആരാണ്? നമുക്കറിയാം, സന്തോഷ് യാദവിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് ഈ പാഠഭാഗം. ഖൂബ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ് എന്നുള്ളത് സാക്ഷാത്കാറാണ്, ഇൻ്റർവ്യൂ ആണ് അല്ലേ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് സന്തോഷ് യാദവ് മൗണ്ട് എവറസ്റ്റ് കൊടുമുടി മൗണ്ട് എവറസ്റ്റ് 2 പ്രാവശ്യം കയറിയ അല്ലെങ്കിൽ കീഴടക്കിയ ഭാരതത്തിലെ പെഹലി മഹിളയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ മഹിള പർവ്വതാരോഹിയാണ് അല്ലേ? അപ്പോൾ അവർ പർവ്വതം കയറുന്ന ആദ്യത്തെ സ്ത്രീയാണ് ഇന്ത്യയിലെ അല്ലേ? മഹിളയാണ്, വനിതയാണ്. സന്തോഷ് യാദവ് പേര് കേട്ടോ, ചിലപ്പോൾ നമുക്കത് ആണായിരിക്കും എന്ന് വിചാരിക്കരുത്, അവർ സ്ത്രീയാണ് കേട്ടോ. അടുത്തത് എന്താണ്? ഗർമേം അക്കേലി ലടുക്കി ഹോനേക്ക് കാരൻ, വീട്ടിലെ അവളൊരു പെൺകുട്ടി മാത്രം ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് വഹി സബ്കി ലാഡ്ലി ഥി, എല്ലാവരുടെ എന്താണ് ഓമന കുട്ടിയായിരുന്നു. ഗാവ് കി ഏക്ക് മാമൂലി സ്കൂൾ മേം 5വീം തക്ക് കി പഠായിക്ക്, അപ്പോൾ ഗ്രാമത്തിലെ ഒരു സാധാരണ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്കൂളിൽ 5ാം ക്ലാസ് വരെയാണ് ആര് പഠിച്ചത്? സന്തോഷ് യാദവ്. അതായത് ഗ്രാമത്തിലെ സ്കൂളിലാണ് 5 വരെ പഠിച്ചത്. തുടർന്നുള്ള പഠനം എങ്ങനെയാണെന്ന് നോക്കാം. 14 वर्ष की उम्र से शादी करने का दबाव से बचने के लिए माता पिता से दूर हॉस्टल में रहकर पढ़ने लगी. അപ്പം എന്താണ് 14 വയസ്സൊക്കെ ആയപ്പോൾ എന്താണ് ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള ഒരു പ്രഷർ ദബാവ് ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു? ബച്ചനേക്കല്ലേ, അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അമ്മയുടെയും അച്ഛൻ്റെയും അടുക്കൽ നിന്ന് വളരെ ദൂരത്ത് നിന്ന് ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത്. വഹ് ബച്പൻ സേ ഹി നിഡർ ഓർ ജിഗ്യാസു ഥി, അപ്പോൾ ചെറുതിൽ തൊട്ട് കുട്ടിക്കാലം തൊട്ടന്നെ എന്താണ് അവൾക്ക് ഒന്നിനും പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം ഭയങ്കര എന്താണ് ജിഗ്യാസു, ഭയങ്കര ക്യൂരിയോസിറ്റി, എന്തിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ജിജ്ഞാസ അവളിൽ ഉണ്ടായിരുന്നു. സന്തുലിത ദിമാഗ് ഓർ സംയം ഹോനേക്ക് കാരൻ വഹ് പർവ്വതാരോഹി കെ രൂപമേം സഫൽ ഹുയി. അപ്പം എന്താണ് ഒരു പർവ്വതാരോഹിക്ക് എന്താണ് സന്തുലിതമായ ദിമാഗ്, നല്ല ഒരു ബുദ്ധിയും പിന്നെ സംയമനവും ഒക്കെ ഉണ്ടെങ്കിലാണ് എന്ത് പർവ്വതാരോഹിക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും. പർവ്വതാരോഹിക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും അത് വേണമെന്നാണ് സന്തോഷ് യാദവ് പറയുന്നത്. ആകെ ഉൻകി കൽപ്പന സമാജ് കോ ഖുഷ് ദേഖ്നാ ഹെ, അപ്പോൾ അവരുടെ ഒരു എന്താണ് അവരുടെ ഒരു ആഗ്രഹം എന്താണ്? സമൂഹത്തിലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് സന്തോഷ് യാദവിന് ഇഷ്ടം. ഓർ ധർത്തി കോ സ്വർഗ് കഹ്ലാനാ ഹെ, അപ്പോഴാണ് എന്ത് നമ്മുടെ ഭൂമിയും മനോഹരമാവുള്ളൂ, ഭൂമിയും സ്വർഗമാവുള്ളൂ, അല്ലെങ്കിൽ സ്വർഗതുല്യമാവുകയുള്ളൂ എന്നാണ് സന്തോഷ് യാദവ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സന്തോഷ് യാദവിൻ്റെ ക്യാരക്ടർ സ്കെച്ചിൽ നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ അല്ലേ? സന്തോഷ് യാദവിക്ക് ചരിത്രഗത വിശേഷതാവും പർ ടിപ്പണി ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, പറയേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ആനുവൽ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ധന്യവാദ്.